الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ, നാടുകളിലൊക്കെ പരക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല മഴയുടെയും മറ്റല്ലാഹു ഒരുക്കി വെച്ച പ്രകൃതികളുടെ എല്ലാം നന്മകൾ, ഹൈറുകൾ അല്ലാഹു നമുക്ക് നൽകുകയും അവയുടെ എല്ലാം ഷർറുകളെ അല്ലാഹു നമ്മൾക്ക് കാക്കുകയും ചെയ്യട്ടെ. മണ്ണിടിച്ചിൽ പോലുള്ള അനർത്ഥങ്ങൾ ചില നാടുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കൂടിയാണ്. എല്ലാവിധ ആപത്തുകളും അനർത്ഥങ്ങളും വിഷമങ്ങളും അല്ലാഹു നമ്മെ തൊട്ടും നമ്മുടെ എല്ലാ സഹോദരങ്ങളെ തൊട്ടും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അനിൽ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم أنا دعوة إبراهيم وبشارة عيسى عليهما السلام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും ഈസ നബിയുടെ സുവിശേഷവുമാണ് എന്ന്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് ഞാൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? ഈസാ നബിയുടെ സുവിശേഷമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? അതാണ് ചെറുതായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനത്തെ പ്രവാചകനായി നിയോഗിച്ചത് പെട്ടെന്നൊരു സന്ദർഭത്തിലെടുത്ത തീരുമാനപ്രകാരം അല്ല. അത് മനുഷ്യകുലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഓരോ സന്ദർഭങ്ങളിൽ ഓരോ കാര്യങ്ങൾ നീക്കിയാണ് ഇവിടേക്ക് എത്തിച്ചത് എന്ന ആശയത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിലാണ് ഇത്രയും ദിവസം നമ്മുടെ പ്രഭാത ക്ലാസ്സുകൾ പോയിട്ടുള്ളത്. ഇന്നും അതിൻ്റെ ഒരു ഭാഗമാണ്. ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർ തൻ്റെ ഭാര്യമാരിൽ ഒരാളായ ഹാജർ റളിയല്ലാഹു അൻഹയെയും അതിലൂടെ ആദ്യ സന്താനമായി ജനിച്ച ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചെറിയ കൈക്കുഞ്ഞാണ്. ആ പിഞ്ചു പൈതലിനെയും രണ്ടുപേരെയും നാട് കടത്തുക എന്ന് നമ്മൾ സാധാരണ ഒരു ഭാഷയിൽ പറഞ്ഞേക്കാം. പക്ഷെ നമ്മളെ നാട്ടിലെ നാട് കടത്തലല്ല, മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി. അത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആയിട്ടുള്ള ഒരു മാറി താമസിപ്പിക്കലാണ്. അതും ആരുമില്ലാത്ത നാട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ആ പോയ സംഭവത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഖലീലുല്ലാഹി തങ്ങൾ ഹാജർ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൂട്ടി അങ്ങനെ പോകുമ്പോൾ ഒരു ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ അന്നത്തെ വാഹനം ഉണ്ടല്ലോ, അതുമ്പോൾ കയറിയിട്ട് പോവുകയാണ്. പക്ഷെ അവരുടെ കൂടെ അഭൗതികമായിട്ടുള്ളൊരു ശക്തി പിന്തുടരുന്നുണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലം കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീലിനോട് ചോദിക്കൂത്രേ, ഇവിടെ ആക്കിക്കൂടെ എന്ന് ചോദിക്കും. അവിടെ വെള്ളമുണ്ട്, താമസിക്കാനുള്ള സൗകര്യമുണ്ട്, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിതം കഴിഞ്ഞു പോകാനുള്ള മാർഗങ്ങൾ, കൃഷിയോ മറ്റങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില സംഗതികളുണ്ട്. അങ്ങനത്തെ സൗകര്യപ്രദമായ സ്ഥലം കണ്ടപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ ഖലീലുള്ള ചോദിച്ചു അത്രേ, നമുക്ക് ഇവിടെ ഇറക്കിയാലോ? അപ്പോ ജിബ്രീൽ പറഞ്ഞു, ആയിട്ടില്ല, പോവാം. വീണ്ടും പോയി. കുറച്ചുകൂടി അങ്ങോട്ട് എത്തിയപ്പോ വീണ്ടും വേറൊരു സൗകര്യപ്പെട്ട സ്ഥലം പോലെ തോന്നിയപ്പോ അവിടെയും ഖലീലുള്ള ചോദിച്ചു അത്ര, ഇവിടെ ആക്കിയാലോ? അപ്പോഴും ജിബ്രീൽ പറഞ്ഞു, വേണ്ട, ആയിട്ടില്ല, പോവാന്ന്. അങ്ങനെ പോയാണ് ഇന്ന് കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അവിടെ കൊണ്ടുപോയി. അവിടെ ആരുമില്ല, വെള്ളത്തിന്റെ കാനൽ പോലും കാണാനില്ല, ഒരു ചെടികൾ പോലുമില്ല, വെറും കരിമ്പാറ കുന്നുകൾ മാത്രം, തരിശായി കിടക്കുന്ന ഒരു മണൽ പ്രദേശം. അവിടെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് ഇവിടെയാണ്
അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇവിടെയോ? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അതെ, ഇവിടെ വെച്ചാണ് അങ്ങയുടെ പുത്ര പരമ്പരയിൽ വരാനിരിക്കുന്ന ഒരു അവസാന പ്രവാചകരുണ്ട്. ആ പ്രവാചകർ ഉദയം ചെയ്യുന്നത് ഈ മണ്ണിലാണ്, കൊണ്ട് ഇവിടെ ആക്കേണ്ടത്. അതാണ് അവർ രണ്ടുപേരെയും അവിടെ തനിച്ചാക്കി ഒന്നും മിണ്ടാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടന്നത്. അപ്പൊ ഹാജർ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എങ്ങോട്ടാ എന്നെ ഇട്ടിട്ട് പോണത്? മറുപടിയില്ല. ഒന്നും രണ്ടും ചോദിച്ചു, മറുപടിയില്ല. അവസാനം ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് ഭാര്യ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അവര് ചോദിച്ചു, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണോ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി തല കൊണ്ട് ആംഗ്യം കാണിച്ചു, അതെ. ആ സമാധാനത്തിലാണ് ഹാജർ റളിയല്ലാഹു അൻഹ ഇസ്മായിലിനെയും കൊണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൊണ്ടാണ് കൂടിയത്. അപ്പൊ എന്തായിരുന്നു ലക്ഷ്യം? ഒരു നാടുണ്ടാക്കുക, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, ലോകത്തെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലിന് സാക്ഷിയാവുക. ഇങ്ങനൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങൾ കണ്ടിട്ടാണ് അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചത്. അങ്ങനെ ഖലീലുള്ളാഹി അവരാക്കി തിരിച്ചു പോന്നെങ്കിലും വല്ലപ്പോഴും ഒക്കെ അന്വേഷണത്തിന് അങ്ങോട്ട് തിരിച്ചു പോയിനോ? അങ്ങനെ ഖലീലുള്ളാഹി ഇബ്രാഹിം ഇസ്മായിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു വലുതായി വലിപ്പം വെച്ച്. അപ്പോഴാണ് അവർ രണ്ടുപേരും കൂടി തീരുമാനമെടുത്ത് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അവിടെ ഒരു കഅബ എന്ന് പറയുന്ന ആ വലിയ അള്ളാഹുവിന്റെ ആ വീട് പുനർനിർമ്മിക്കണം. പണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജലപ്രളയത്തിൽ ലോകത്തൊട്ടാകെ നാശം വിതച്ചപ്പോ അതിൽ ഈ കഅബയും ഉണ്ടായിട്ടുണ്ട്, തകർന്ന് നശിച്ചു പോയിട്ടുണ്ട്. ആ സ്ഥലത്ത് വീണ്ടും കഅബയെ പുനഃസൃഷ്ടിക്കാൻ, പുനർനിർമ്മിക്കാൻ അള്ളാഹുവിന്റെ ഉത്തരവുണ്ടാവുകയും ഈ പിതാവും മകനും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. സ്ഥലം നിർണയിച്ചു കൊടുക്കുന്നത് വീണ്ടും ആരെന്നെയാണ്? നേരത്തെ ഇവിടെ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള വഴികാട്ടിയായ ജിബ്രീൽ അലൈഹിസ്സലാം ആ കഅബയുടെ പഴയ തറയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. അവിടെ രണ്ടുപേരും ആ കഅബ നിർമ്മിക്കാൻ തുടങ്ങി. ഖലീലുള്ളാഹി തങ്ങൾ പടവുകാരനാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മേസ്തിരിയൊക്കെ പറയില്ലേ, ആ പണിയെടുത്തു. ഇസ്മായിൽ അലൈഹിസ്സലാം ഹെൽപ്പറാണ്, സഹായിയാണ്, കല്ലെടുത്തു കൊടുക്കാനും സാധനങ്ങൾ എടുത്തു കൊടുക്കാനും ഒക്കെ. അങ്ങനെ ആ കഅബ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റഡ് ആയി. ഹജറുൽ അസ്വദ് അതവിടെ സ്ഥാപിക്കണം. അതിന് പോയിട്ട് കല്ലെടുത്തു വരാൻ പറഞ്ഞ ആ പ്രത്യേക കല്ല് സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാം കൊണ്ടുവന്ന നിധികളിൽപ്പെട്ട വസ്തുക്കളിൽപ്പെട്ട ഒരു അമൂല്യമാണ് ആ ഹജറുൽ അസ്വദ്. അത് കൊണ്ടുപോയി എടുത്തിട്ട് വന്ന് ഒരു കല്ലെടുത്തിട്ട് ആ കല്ലെടുത്തിട്ട് വരാൻ വേണ്ടി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ഇസ്മായിൽ നബി കല്ലുകളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ കൊണ്ടുവരുന്ന കല്ല് അതല്ല, ഇബ്രാഹിം നബി മടക്കി, ഇതല്ല വേറെയാണ്. അങ്ങനെ അവസാനം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അഗതനായി ആ കല്ലുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. കഅബത്തിന്റെ കവാടത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ കാണുന്ന ആ ഒരു മനോഹരമായിട്ടുള്ളൊരു പർവ്വതം ജബൽ അബൂ ഖുബൈസ്. ജബലു അബീ ഖുബൈസിൽ പോയിട്ട് അവിടെയാണ് കല്ലുള്ളത്. അവിടെ ആ കല്ലെടുത്ത് കൊണ്ടുവന്നു. ആ ഹജറുൽ അസ്വദും ഫിറ്റ് ചെയ്ത് എല്ലാം പൂർത്തിയായ ശേഷം അവിടെ വെച്ചുകൊണ്ട് പിതാവും മകനും ഒരു പ്രാർത്ഥന നടത്തി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ കൽപ്പിച്ചത് പ്രകാരം ഞങ്ങളിതാ ഈ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് രണ്ടുപേരും ദുആ ചെയ്തു. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, മകൻ കൂടെയുണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. സൂറത്തുൽ ബഖറയുടെ 129-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും ചേർന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെ? റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ.
അല്ലാഹുവേ ഇവരിൽ നീ ഒരു റസൂലിനെ നിയോഗിക്കണം, മിൻഹും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇവരിലേക്ക് ഒരു റസൂലിനെ നീ നിയോഗിക്കണം. ആ റസൂല് ആരാവണം, എങ്ങനെയാവണം? യത്ലു അലൈഹിം ആയാതിക, അങ്ങയുടെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ ആയത്തുകളും ആയത്ത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കുന്ന, വയുസക്കിഹിം, അതുവഴി അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു ദൂതനെ ഇവരിലേക്ക് നീ അയക്കണേ അല്ലാഹ്. ഇന്നക അൻതൽ അസീസുൽ ഹകീം, വിചാരിച്ചതെന്തും ചെയ്യാൻ സാധിക്കുന്ന അജയ്യനാണ് നീ, എല്ലാ തന്ത്രമുള്ള ആളുമാണ് നീ, തന്ത്രജ്ഞനുമാണ് എന്ന് വരുന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു എന്ന് കാണും. ഈ ദുആയെ പറ്റിയാണ് മുത്തനബി പറഞ്ഞത്, അന ദഅവത്തു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അന്ന് കഅബ നിർമ്മിച്ചിട്ട് ഒരു പ്രാർത്ഥന നടത്തിയിട്ടേ ഇവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ദൂതനെ അയച്ചു കൊടുക്കണോന്ന്. ആ ദൂതൻ റസൂല് ഞാനാണ് കേട്ടോ. ഇബ്രാഹിം നബി അന്ന് വേർന്നത് ഞാൻ പറ്റിയാണ്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് പോന്നു, അമ്പിയാക്കളുടെ ശൃംഖല മാറി വന്നു. മൂസാ നബി അലൈഹിസ്സലാം കഴിഞ്ഞു, പിന്നീട് ഈസാ നബി അലൈഹിസ്സലാം വരികയാണ്. ഈസാ നബി വന്നിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ അനുയായികൾക്ക് സുവിശേഷം നടത്തി. അത് സൂറത്ത് സ്വഫ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വഇദ് ഖാല ഈസ ഇബ്നു മർയം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. സൂറത്ത് സഫിന്റെ 6-ാമത്തെ ആയത്ത്. ഈസാ നബി അലൈഹിസ്സലാം ബനി ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള ദൂതനാണ്, റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി, എന്റെ മുമ്പ് വന്നിട്ടുള്ള വേദം തൗറാത്താണ്, മൂസാ നബിയുടെ തൗറാത്ത്. ആ തൗറാത്തിന്റെ ആശയങ്ങളെ അംഗീകരിക്കുന്നവനായിട്ടാണ് ഞാൻ വന്നത്, നിഷേധിച്ചിട്ടല്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അംഗീകരിച്ചു. എന്നാൽ എന്റെ പിറകിൽ എന്റെ കാലശേഷം വരാനുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുകൂടി ഞാൻ നിങ്ങളെ സന്തോഷം അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്നാണ്. പേരടക്കം പറഞ്ഞു കൊടുക്കുക. എന്റെ കാലശേഷം ഒരു നബി വരും, ആ നബിയുടെ പേര് അഹ്മദ് എന്ന് പറഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാം അന്നത്തെ ആളുകളോട്, ബനി ഇസ്രായേലിയരോട് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സുവിശേഷം പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് കൂടിയാണ് മുത്തനബി പറയുന്നത്. ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, ഈസാ നബിയുടെ സുവിശേഷവും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഈസാ നബി അവിടുത്തെ അനുയായികളോട് ഒരു പ്രത്യേക സന്തോഷ വാർത്ത പറഞ്ഞിരുന്നു, വരാനുള്ളൊരു പ്രവാചകനെ കുറിച്ച്. ആ പ്രവാചകനുമാണ് ഞാൻ. അപ്പോ അല്ലാഹു തആല ഒരു പ്ലാൻ ചെയ്തിട്ട് ഓരോ ടൈം അനുസരിച്ച് ടൈം ടു ടൈമായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നീക്കിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം സംഭവിച്ചിട്ടുള്ളത്. എന്നല്ലാതെ പെട്ടെന്ന് അങ്ങനെ ജനിച്ചതും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബുവത്തങ്ങ് കൊടുത്തിട്ട് നബിയാക്കിയതും അങ്ങനെയൊന്നും അല്ല. നേരത്തെ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള വിഷയമാണ് എന്നുകൂടി അറിയിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നബിയെ അങ്ങയെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല സംഭവങ്ങളും അങ്ങയെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി ഇതാണ്, അന ദഅവത്തു ഇബ്രാഹിം വബിശാറത്തു ഈസാ, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, ഈസാ നബിയുടെ സുവിശേഷമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അള്ളാഹിനോട് ഒരു പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ഫലമായിട്ടുള്ള പ്രവാചകനും ഞാനാണ്. ഏതായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 5 നൂറ്റാണ്ടപ്പുറം
ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് വിവരം അറിയിച്ചിരുന്നു. പിന്നീട് ഒരു പ്രവാചകൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അഹമ്മദാണ് പേരെന്ന് പറഞ്ഞ് ആ പ്രവാചകനും ഞാനാണ്. അന അഹമ്മദു വ അന മുഹമ്മദ്, ഞാനാണ് അഹമ്മദും മുഹമ്മദും എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. ആ മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീത മാസത്തിൽ, അനുഗ്രഹീതമായ മാസത്തിലാണ് നമ്മളുള്ളത്. ദിവസം വരാനിരിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഗംഭീരമായി നമുക്ക് പരിപാടികളൊക്കെ നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമ നാഫിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തെ അല്ലാഹു സ്ഫുടം ചെയ്ത് നല്ലവരാക്കി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. നല്ല വിശ്വാസങ്ങളും നല്ല കർമ്മങ്ങളുമുള്ള നല്ലവരായ സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.